അതിനു മുമ്പ് എൻ്റെ രണ്ട് കാമുകിമാരോട് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു 75% എൻ്റെ ഭാര്യയ്ക്ക് അർഹപ്പെട്ടതാണ്. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം, ആ സമയം ഇതാ. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതാ. എല്ലാവരും എത്തിയിട്ടുണ്ട്. കാണിക്കുന്നത് അടിപൊളി. പെൺകോട്ടയിലേക്ക് കുറച്ച് പെൺ കഴിവുകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവർത്തികൾ കണ്ടാലും നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനത്തെ ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ ഈ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ പേരിലും ആ സ്നേഹവും ആ ഒരു നന്ദിയും നിങ്ങൾ നേരിട്ട് അറിയിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കാര്യങ്ങളാണ് പ്രേക്ഷിച്ചത് വീട്. അതിനു മുമ്പ് എൻ്റെ രണ്ട് കാമുകിമാരോട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ സ്ഥലമാണ്. ആ ഓർമ്മകൾ ഇപ്പൊ കഴിച്ച 2005 മുതൽ 2025 വരെ ഏകദേശം 20 വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പോൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. പക്ഷെ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു 75% എൻ്റെ ഭാര്യയ്ക്ക് അർഹപ്പെട്ടതാണ്. അതായത് വെറും വാക്കല്ല, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള, പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ്. ഇപ്പം എൻ്റെ ഫാമിലി തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി ഞാൻ ദൈവത്തോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ വിമൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനമൊക്കെയാണ്. നിങ്ങളുടെ തന്നെ നാട്ടുകാരനായ നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഗുരുതുല്യനെന്ന് പറയാമെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ജഗദീഷ് ചേട്ടനും കൂടി ഉള്ളപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമ മുതൽ എൻ്റെ സിനിമ ജീവിതത്തിലെ യാത്രയിൽ ജഗദീഷ് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ കൂടുതലും ഒരു ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു, അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറം
ഒരുപാട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും സീനുകളിലും അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു യാത്രയിൽ ഭാഗമാകാൻ സാധിച്ചത് ഞാൻ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് കൂടി അവസരത്തിൽ അറിയിക്കുന്നു. ജഗദീഷ് ചേട്ടന്റെ ഒരു റീഇൻവെന്റഡ് ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ചേട്ടന്റെ ഒരു നല്ല പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കൂടെ ഇവിടെ വന്നിട്ടുള്ള വിശാഖൻ നായരാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഐശ്വര്യ, ദയ, ഇവരൊക്കെ ആണെങ്കിലും ഒരു തുടക്കക്കാരൊന്നും അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ളവരൊന്നും ഒരു പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് സിനിമാത്തിൽ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടുകൂടി എന്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട്. മാർട്ടിൻ പ്രക്കാർ നമുക്കറിയാം, ഒരുപാട് നല്ല സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ സിനിമയുടെ വണ്ണത്തെ പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ ഷാഹി കബീർ ഒരുപാട് നല്ല പോലീസ് സിനിമകൾ മലയാളത്തിന് അല്ലെങ്കിൽ മലയാളത്തിന് അഭിമാനിക്കുന്ന രീതിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സിനിമകളുടെ തിരക്കഥകൾക്ക് ഷാഹി ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്. കണ്ണൂർ സ്വാഡ് പോലെയുള്ള പോലീസ് സിനിമകൾ ഡയറക്ട് ചെയ്ത റോബി രാജാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചമൻ ചാക്കോട് എഡിറ്റിംഗ്. അങ്ങനെ ഏതൊരു ആൾക്കും കൂടെ വർക്ക് ചെയ്യാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ക്രിയേറ്റീവ് സൈഡ്, ക്രിയേറ്റീവ് ടീം ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ യാതൊരു രീതിയിൽ നിങ്ങളെ എന്താ പറയുക നിരാശപ്പെടുത്താത്ത ഒരു ടീമിനോടൊപ്പം ആ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് അതേ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷവും ആശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഫിറ്റ്നസും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗ്രാൻഡും ഈ സിനിമയ്ക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് അതേ രീതിയിൽ സ്വീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ പെൺകോട്ടയിലെ പെൺകുട്ടികൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഓഫീസിലെ ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ മൈ ഹാർട്ട്. വീണ്ടും വരെ നല്ല സിനിമകൾ വേറെ ലെവലിൽ കൂടിയാണ്. ഇത്ര കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നാണ് നമ്മളെ സംഘടിപ്പിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വൈബ് എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് വേറെ